കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. SCERT സയൻസ് സീരീസിൽ 8ാം ക്ലാസ്സിലെ പാഠം 9 ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കോശം എന്ന ടോപ്പിക്കിൽ വരുന്നൊരു പാഠഭാഗമാണിത്. കോശം എന്ന ടോപ്പിക്കിൽ 6ാം ക്ലാസ്സിലെ കോശത്തെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ പഠിച്ചു പോന്നു. അതിനെ തുടർന്ന് വരുന്നൊരു പാഠഭാഗമാണ് കോശങ്ങളും കോശജാലങ്ങളും. പാഠം 9 കോശങ്ങളും കോശജാലങ്ങളും. ഫസ്റ്റ് റോബർട്ട് ഹുക്കാണ് കോശം കണ്ടെത്തിയത്. 1665 കോശം കണ്ടെത്തുന്നത്. റോബർട്ട് ഹുക്കിൻ്റെ ജീവിതകാലമാണ് 1635 മുതൽ 1703 വരെ. അതിൽ 1665 റോബർട്ട് ഹുക്ക് കോശം കണ്ടെത്തി. ദെൻ ലീവാൻ ഹോക്ക് 1632 മുതൽ 1723 വരെ. സൂക്ഷ്മജീവികളെ ആദ്യമായി കണ്ടെത്തുന്നത് ലീവൻ ഹോക്കാണ്. ഞാനൊരു പോയിന്റ്, കോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് കോശ വിജ്ഞാനീയം, സെൽ ബയോളജി എന്നറിയപ്പെടുന്നത്. കോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് കോശ വിജ്ഞാനീയം. 1665 റോബർട്ട് ഹുക്ക് കോശം കണ്ടെത്തുന്നു. ദെൻ 1838 മത്തിയാസ് ജേക്കബ് ഷ്ലീഡനാണ് എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തുന്നത്. അതായത് സസ്യകോശങ്ങൾ കണ്ടെത്തുന്നത് 1838 മത്തിയാസ് ജേക്കബ് ഷ്ലീഡനാണ്. അതിന് തൊട്ടടുത്ത വർഷം 1839 തിയോഡർ ഷാൻ എല്ലാ ജന്തുക്കളും കോശങ്ങൾ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അതായത് 1839 തിയോഡർ ഷാൻ ജന്തുകോശം കണ്ടെത്തുന്നു. 1855 റുഡോൾഫ് വിർഷോ നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന ആശയം അവതരിപ്പിച്ചു. 1855 റുഡോൾഫ് വിർഷോ കോശ വിഭജനം കണ്ടെത്തുന്നു. അപ്പോൾ 1665 റോബർട്ട് ഹുക്ക് കോശം കണ്ടെത്തി. 1838 മത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ സസ്യകോശം കണ്ടെത്തി. 1839 തിയോഡർ ഷാൻ ജന്തുകോശം കണ്ടെത്തുന്നു. 1855 റുഡോൾഫ് വിർഷോ കോശ വിഭജനവും കണ്ടെത്തുന്നു. ദെൻ സെൽ തിയറി, കോശ സിദ്ധാന്തത്തിൽ വരുന്ന പോയിന്റുകളാണ്. എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ ജീവനുള്ളവയും ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഏകകോശ ജീവികളുമുണ്ട്, ബഹുകോശ ജീവികളുമുണ്ട്. ജീവന്റെ അടിസ്ഥാന യൂണിറ്റാണ് കോശം. ഏതൊരു ജീവനുള്ള വസ്തുവും നിർമ്മിച്ചിരിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കോശമാണ്. മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്. കോശ വിഭജനങ്ങളിലൂടെയാണ് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത്. കോശ സിദ്ധാന്തം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകൾ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് പോയിന്റുകൾ പഠിച്ചു വെക്കണം. ദെൻ എന്താണ് കണ്ണിൻ്റെ റെസല്യൂഷൻ എന്ന് പറയുന്നത്? മതിയായ പ്രകാശത്തിൽ മനുഷ്യ നേത്രത്തിന് 0.2 മില്ലിമീറ്റർ അകലെയുള്ള 2 ബിന്ദുക്കളെ തിരിച്ചറിയാം. ഈ ദൂരമാണ് കണ്ണിൻ്റെ റെസല്യൂഷൻ. അതായത് കണ്ണിൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന ദൂരം, 2 ബിന്ദുക്കൾ, ഏറ്റവും അടുത്ത് നിന്നുള്ള 2 ബിന്ദുക്കളെ തിരിച്ചറിയാൻ പറ്റുന്ന ദൂരം എന്ന് പറയുന്നത് 0.2 മില്ലിമീറ്റർ ആണ്. ഈ ദൂരത്തെ കണ്ണിൻ്റെ റെസല്യൂഷൻ എന്ന് പറയുന്നു. 0.2 മില്ലിമീറ്റർ കുറഞ്ഞ ദൂരത്തുള്ളവയെ കാണാൻ നമുക്ക് ലെൻസ് ആവശ്യമാണ്. മതിയായ പ്രകാശത്തിൽ മനുഷ്യനേത്രത്തിന് 0.2 മില്ലിമീറ്റർ അകലെയുള്ള 2 ബിന്ദുക്കളെ തിരിച്ചറിയാൻ സാധിക്കും. ഈ ദൂരമാണ് കണ്ണിൻ്റെ റെസല്യൂഷൻ. 0.2 മില്ലിമീറ്ററിന് കുറഞ്ഞ ദൂരത്തുള്ളത് കാണാൻ ലെൻസ് ആവശ്യമാണ്. അപ്പോൾ കോശങ്ങൾ ഏറ്റവും ചെറുതാണ്. ഇവയെ നമ്മൾ നിരീക്ഷിക്കുന്നത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ്. 6ാം ക്ലാസ്സിലെ പാഠഭാഗത്ത് മൈക്രോസ്കോപ്പും അതിൻ്റെ ഭാഗങ്ങളും പഠിച്ചതാണ്. ഇവിടെ നമുക്ക് ഏതൊക്കെ തരം മൈക്രോസ്കോപ്പുകൾ, അതുപോലെ ഓരോ ഭാഗങ്ങളും അതിൻ്റെ ധർമ്മങ്ങളും കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. മൈക്രോസ്കോപ്പ് സിമ്പിൾ മൈക്രോസ്കോപ്പുമുണ്ട്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുമുണ്ട്. സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഒരൊറ്റ ലെൻസായിരിക്കും അതിലുണ്ടാവുന്നത്. കോമ്പൗണ്ട് ആകുമ്പോൾ 2 ലെൻസും ഉണ്ടായിരിക്കും. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഒരു വസ്തുവിനെ 10 മടങ്ങ് വലുതാക്കുന്നു.
അസമയം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഒരു വസ്തുവിനെ 1000 മടങ്ങ് വലുതാക്കുന്നു. മൈക്രോസ്കോപ്പിൻ്റെ ഒരു പോയിന്റാണ് ആവർത്തന ശേഷി. അതായത് ഒരു വസ്തുവിനെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുന്ന ഒരു വസ്തുവിനെ എത്രത്തോളം വലുതാക്കി കാണിക്കാൻ കഴിയുന്നു, അതാണ് ആവർത്തന ശേഷി. ഒരു വസ്തുവിനെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിൻ്റെ കഴിവിനെയാണ് ആവർത്തന ശേഷി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൈക്രോസ്കോപ്പിൽ ഒരു വസ്തു എത്രത്തോളം ആവർത്തന ശേഷി കാണിക്കുന്നുണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 2 തരം ലെൻസുകളാണ് വരുന്നത്, ഐ പീസ് ലെൻസും ഒബ്ജക്റ്റീവ് ലെൻസും. ഇതിൽ ഐ പീസ് ലെൻസ് നമ്മൾ 10 മടങ്ങ് വലുതാക്കിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ലെൻസ് 40 മടങ്ങ് വലുതാക്കി. അങ്ങനെയാണെങ്കിൽ ആവർത്തന ശേഷി എത്രയായിരിക്കും? 10 × 40 400 മടങ്ങായിരിക്കും ആ വസ്തുവിൻ്റെ വലുപ്പം നമ്മൾ കാണുന്നത്. ആവർത്തന ശേഷി ശ്രദ്ധിക്കുക, ഒരു വസ്തുവിനെ എത്രത്തോളം വലുതാക്കി കാണിക്കാൻ കഴിയുന്നു എന്നതിൻ്റെ മൈക്രോസ്കോപ്പിൻ്റെ ഈ കഴിവിനെയാണ് ആവർത്തന ശേഷി എന്ന് പറയുന്നത്. ഒരു മൈക്രോസ്കോപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ആവർത്തന ശേഷി കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഐ പീസ് എത്ര മടങ്ങ് കൂട്ടി വെച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ലെൻസിൽ എത്ര മടങ്ങാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇത് രണ്ടിൻ്റെയും ഗുണനമായിരിക്കും അതിൻ്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത്. ഉദാഹരണമാണ് 10 മടങ്ങും ഒബ്ജക്റ്റീവ് ലെൻസ് 40 മടങ്ങുമാണെങ്കിൽ 10 × 40 400 മടങ്ങായിരിക്കും. ഇവിടെ ഇനി 20ഉം 30ഉം ആണെങ്കിൽ 20 × 30 600 മടങ്ങായിരിക്കും ആവർത്തന ശേഷി എന്ന് പറയുന്നത്. അപ്പോൾ ഐ പീസ് ലെൻസിൻ്റെയും ഒബ്ജക്റ്റീവ് ലെൻസും എത്രത്തോളം മടങ്ങാണോ അതിൻ്റെ ഗുണനമാണ് ആവർത്തന ശേഷി എന്ന് പറയുന്നത്. ദെൻ മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളാണ്. ഇതാണ് ഒരു മൈക്രോസ്കോപ്പ്. അതിന് മുകളിൽ ഐ പീസ് ലെൻസ് ഉണ്ടായിരിക്കും, ഒരു ബോഡി ട്യൂബ് ഉണ്ട്, ദെൻ കോയ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്, ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്, ഒബ്ജക്റ്റീവ് ലെൻസുകൾ, സ്റ്റേജ് ക്ലിപ്പുകൾ, സ്റ്റേജ്, ഡയഫ്രം, മിറർ, ബേസ്. മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളാണ് ഐ പീസ് ലെൻസ്, ബോഡി ട്യൂബ്, കോയ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്, ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്, ഒബ്ജക്റ്റീവ് ലെൻസുകൾ, സ്റ്റേജ് ക്ലിപ്പുകൾ, സ്റ്റേജ്, ഡയഫ്രം, മിറർ ആൻഡ് ബേസ്. ഓരോ ഭാഗങ്ങളുടെയും ധർമ്മങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ പീസ് ലെൻസ് കണ്ണിൻ്റെ സമീപത്ത് വരുന്ന ലെൻസാണ് ഐ പീസ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്നുള്ള പ്രതിബിംബത്തെ വീണ്ടും വലുതാക്കുന്നു. ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ അടുത്ത് വരുന്ന ലെൻസാണ്. ഐ പീസ് ലെൻസ് കണ്ണിൻ്റെ അടുത്ത് വരുന്ന ലെൻസാണ്. ഒബ്ജക്റ്റീവ് ലെൻസിലൂടെയാണ് ആദ്യം വസ്തു കാണുന്നത്. ഒബ്ജക്റ്റീവ് ലെൻസ് ഒരു മടങ്ങ് അതിനെ വലുതാക്കുന്നു. ദെൻ ഐ പീസ് ലെൻസിലൂടെ നമ്മൾ കാണുമ്പോൾ ഐ പീസ് ലെൻസും അതിനെ ഒരു മടങ്ങ് വലുതാക്കുന്നു. ഐ പീസ് ലെൻസ് കണ്ണിന് സമീപമുള്ള ലെൻസാണ്. ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്നുള്ള പ്രതിബിംബത്തെ വീണ്ടും വലുതാക്കുന്നു. ദെൻ ബോഡി ട്യൂബ്. ഒബ്ജക്റ്റീവ് ലെൻസിനെയും ഐ പീസ് ലെൻസിനെയും ബന്ധിപ്പിക്കുന്നത് ബോഡി ട്യൂബാണ്. പ്രകാശം കടത്തിവിടുന്നതും ബോഡി ട്യൂബാണ്. ഒബ്ജക്റ്റീവ് ലെൻസിനെയും ഐ പീസ് ലെൻസിനെയും ബന്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രകാശത്തെ ഐ പീസ് ലെൻസ് വരെ കടത്തിവിടുന്നത് ബോഡി ട്യൂബാണ്. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബുകളുണ്ട്. നിരീക്ഷണ വസ്തുവിനെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് നോബുകളാണ്. ഓരോ വസ്തുവിൻ്റെ ഏതൊക്കെ ഭാഗത്താണ് നമുക്ക് കാണേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഫോക്കസ് ചെയ്യുന്നത് ഈ നോബുകൾ ഉപയോഗിച്ചിട്ടാണ്. ദെൻ ഒബ്ജക്റ്റീവ് ലെൻസ് നിരീക്ഷണ വസ്തുവിന് സമീപമുള്ള ലെൻസാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. സാമ്പിളിൻ്റെ പ്രാഥമിക ആവർത്തനം നടത്തുന്നത് ഒബ്ജക്റ്റീവ് ലെൻസാണ്. അതായത് ആദ്യമായിട്ടുള്ള അതിൻ്റെ ആവർത്തനം നടത്തുന്നത് ഒബ്ജക്റ്റീവ് ലെൻസാണ്. അതിനുശേഷം ഐ പീസ് ലെൻസും ഒരു ആവർത്തനം നടത്തുന്നു. സ്റ്റേജ് ക്ലിപ്പുകൾ. സ്റ്റേജ് എന്ന പാർട്ടിലാണ് നമ്മൾ വസ്തുവിനെ വെക്കുന്നത്. അതിനെ അവിടെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് സ്ലൈഡിനെ സ്റ്റേജിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് സ്റ്റേജ് ക്ലിപ്പുകളുള്ളത്. സ്റ്റേജ് എന്ന് പറയുന്നത് സ്ലൈഡ് വെക്കുന്ന സ്ഥലമാണ്. സ്ലൈഡിലാണ് വസ്തു ഉണ്ടായിരിക്കുക. ദെൻ ഡയഫ്രം. നിരീക്ഷണ വസ്തുവിലേക്ക് എത്തുന്ന പ്രകാശത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നതാരാണ്? ഡയഫ്രമാണ്. നിരീക്ഷണ വസ്തുവിലേക്ക് എത്തുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് ഡയഫ്രം. ദെൻ കണ്ടൻസർ ലെൻസ്. പ്രകാശത്തെ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്നത് കണ്ടൻസർ ലെൻസ് അല്ലെങ്കിൽ മിററാണ്. പ്രകാശത്തെ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കാനാണ് കണ്ടൻസർ ലെൻസ് ഉപയോഗിക്കുന്നത്.
ദെൻ മറ്റൊരു തരത്തിലുള്ള പുതിയൊരു രീതിക്കുള്ള മൈക്രോസ്കോപ്പാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. സിമ്പിൾ മൈക്രോസ്കോപ്പാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്, ഒരൊറ്റ ലെൻസ് മാത്രമുള്ളത്. ദെൻ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇന്ന് ഉപയോഗിക്കുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ്. 1934 ഏണസ്റ്റ് റസ്കും മാക്സ് നോളുമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തുന്നത്. ഇതിൽ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റുകളാണ്. 1934 ഏണസ്റ്റ് റസ്കും മാക്സ് നോളുമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തുന്നത്. ഇലക്ട്രോ മാഗ്നറ്റുകളാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. രണ്ടിൻ്റെയും താരതമ്യം ചെയ്യാം, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിൻ്റെ ആവശ്യമാണ്. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശം ആവശ്യമില്ല. ഇലക്ട്രോൺ കിരണങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ പ്രകാശം വേണം, എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ആവശ്യമില്ല. ഇലക്ട്രോൺ കിരണങ്ങൾ മതി. ആവർത്തനശേഷി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെത് കുറവാണ്. 1000 മടങ്ങ് വരെ വലുപ്പത്തിലാണ് ഇത് കാണിച്ചു തരുന്നത്. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വളരെയധികം ആവർത്തനശേഷി കാണിക്കുന്നുണ്ട്. സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ 1 ദശലക്ഷം മടങ്ങ് വരെ വലുപ്പത്തിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വസ്തുവിനെ കാണിക്കുന്നു. ലെൻസ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഗ്ലാസ് ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസാണ് ഉപയോഗിക്കുന്നത്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഗ്ലാസ് ലെൻസും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസുമാണ് ഉപയോഗിക്കുന്നത്. സസ്യകോശം നമ്മൾ ബേസിക്കായിട്ട് പഠിച്ചതാണ് 6ാം ക്ലാസ്സിൽ. അതുപോലെ അതിൻ്റെ ഭാഗങ്ങളും പഠിച്ചു, അതിൻ്റെ ധർമ്മങ്ങളും പഠിച്ചു പോകുന്നതാണ്. ഇവിടെ സസ്യകോശത്തിൻ്റെ ഫിഗറാണ് തന്നിട്ടുള്ളത്. അന്തർധ്രുവജാലിക, ന്യൂക്ലിയസിന് ചുറ്റും കാണുന്ന യെല്ലോ കളർ കാണുന്നതാണ് അന്തർധ്രുവജാലിക. ഏറ്റവും കേന്ദ്രമായിട്ട് വരുന്നതാണ് മർമ്മം. ദെൻ കോശസ്തരം, ആവരണമായിട്ട് വരുന്ന യെല്ലോ ബോർഡറാണ് കോശസ്തരം. ദെൻ വാക്യൂളായിട്ട് ഒഴിഞ്ഞ ഭാഗമാണ് ഫേനം. അതുപോലെ കോശദ്രവ്യമുണ്ട്. കോശസ്തരത്തിനകത്ത് കാണുന്ന ഭാഗമാണ് കോശദ്രവ്യം. കോശദ്രവ്യത്തിലാണ് കോശാംഗങ്ങൾ നിൽക്കുന്നത്. ദെൻ മൈറ്റോകോൺട്രിയ, കോശഭിത്തി. ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കോശഭിത്തി. ദെൻ ജൈവകണങ്ങൾ കാണുന്നുണ്ട്. ഗോൾഗി വസ്തുക്കളും സസ്യകോശത്തിൽ കാണപ്പെടുന്നു. ഓരോ കോശഭാഗങ്ങളും അതിൻ്റെ ധർമ്മങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. കോശഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? അന്തർധ്രുവജാലിക, മർമ്മം, കോശസ്തരം, ഫേനം, കോശദ്രവ്യം, മൈറ്റോകോൺട്രിയ, കോശഭിത്തി, ജൈവകണങ്ങൾ, ഗോൾഗി വസ്തുക്കൾ. കോശഭിത്തി സസ്യകോശത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോശഭിത്തി. കോശസ്തരത്തിന് പുറത്ത് കാഠിന്യമുള്ള ഒരു പാളിയാണ് കോശഭിത്തി. കോശഭിത്തി സസ്യകോശത്തിന് സംരക്ഷണവും ആകൃതിയും നൽകുന്നു. അതുപോലെ സെല്ലുലോസ് കൊണ്ടാണ് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. കോശസ്തരത്തിന് പുറത്തുള്ള കാഠിന്യമുള്ള പാളിയാണ് കോശഭിത്തി. സംരക്ഷണവും ആകൃതിയുമാണ് ഇതിൻ്റെ ധർമ്മം. സെല്ലുലോസ് കൊണ്ടാണ് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. ഫിഗർ ശ്രദ്ധിക്കുക. ഏറ്റവും പുറമേ കാണുന്ന ഭാഗമാണ് കോശഭിത്തി. ദെൻ കോശസ്തരം അല്ലെങ്കിൽ പ്ലാസ്മാസ്തരം. കോശസ്തരം അല്ലെങ്കിൽ പ്ലാസ്മാസ്തരം ഇത് കോശഭിത്തിക്കകത്ത് കാണുന്ന ഒരു ലെയറാണ് കോശസ്തരം. കോശത്തെ പൊതിയുന്ന നേർത്ത വഴക്കമുള്ള പാളിയാണ് കോശസ്തരം. കാഠിന്യമുള്ളത് കോശഭിത്തിയാണ്, എന്നാൽ നേർത്ത വഴക്കമുള്ള പാളി കോശസ്തരമാണ്. പദാർത്ഥങ്ങളെ പ്രവേശിപ്പിക്കുകയും പുറത്താക്കുകയുമാണ് കോശസ്തരത്തിൻ്റെ ധർമ്മം. അതായത് കോശത്തിന് ആവശ്യമുള്ള പദാർത്ഥങ്ങളെ ഉള്ളിലേക്കെടുക്കുകയും വിസർജ്യങ്ങൾ ആവശ്യമില്ലാത്തത് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ള കോശത്തിൽ നിർമ്മിച്ചിട്ടുള്ള കാര്യങ്ങൾ പുറത്തെത്തിക്കുകയും ചെയ്യുന്നത് ആരാണ്? കോശസ്തരമാണ്. കോശസ്തരത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, കോശസ്തരം ഒരു വർണ്ണധാര്യ സ്തരമാണ്. അതായത് കോശസ്തരം എല്ലാത്തിനെയും, ഏത് വസ്തുവിനെയും കോശത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത കോശത്തിന് ആവശ്യമുള്ളത് മാത്രമാണ് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോശസ്തരത്തെ വർണ്ണധാര്യസ്തരം എന്ന് പറയുന്നു. കോശസ്തരത്തിൻ്റെ ഫിഗറാണ് തന്നിട്ടുള്ളത്. കോശസ്തരത്തെ വർണ്ണധാര്യസ്തരം എന്ന് പറയുന്നു. കോശസ്തരത്തിൻ്റെ സൂംഡ് ഫിഗറാണിത്. കോശസ്തരം പ്രോട്ടീൻ, ലിപ്പിഡ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഫിഗർ ശ്രദ്ധിക്കുക. പ്രോട്ടീൻ തന്മാത്രകളുണ്ട്. അതുപോലെ ലിപ്പിഡിൻ്റെ ഒരു ഇരട്ട പാളിയും
കോശസ്തരത്തിൽ കാണപ്പെടുന്നുണ്ട്. ലിപ്പിഡിൻ്റെ ഇരട്ടപ്പാളിയും പ്രോട്ടീൻ തന്മാത്രകൾ കൊണ്ടുമാണ് കോശസ്തരം നിർമ്മിച്ചിട്ടുള്ളത്. ഒരു വർണ്ണധാര്യ സ്തരമാണ്. ദെൻ ജീവദ്രവ്യം. മർമ്മം, കോശദ്രവ്യം ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് ജീവദ്രവ്യം. അതായത് കോശസ്തരത്തിന് അകത്ത് വരുന്നതല്ല ജീവദ്രവ്യത്തിൽ ഉൾപ്പെടുന്നു. അതായത് മർമ്മം, കോശദ്രവ്യം എല്ലാം കൂടിയിട്ടുള്ളതാണ് ജീവദ്രവ്യം. കോശദ്രവ്യം എന്ന് പറയുന്നത് കോശത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രാവകമാണ്. കോശസ്തരത്തിനകത്ത് മർമ്മം ഒഴികെയുള്ള മറ്റു ഭാഗങ്ങളാണ് കോശദ്രവ്യം. കോശദ്രവ്യവും മർമ്മവും കൂടിയതാണ് ജീവദ്രവ്യം. അപ്പോൾ കോശദ്രവ്യം എന്ന് പറയുന്നത് കോശത്തിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രാവകമാണ്. ഇത് ചെയ്യുന്നത് കോശാംഗങ്ങളെ യഥാസ്ഥാനത്ത് നിലനിർത്തുന്നു. കോശത്തെ യഥാസ്ഥാനത്ത് നിലനിർത്തുന്നത് കോശദ്രവ്യമാണ്. രാസപ്രവർത്തനങ്ങൾക്ക് മാധ്യമമായിട്ടും കോശദ്രവ്യം വർത്തിക്കുന്നു. ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റിന് കറക്റ്റ് സെൻറ്റൻസ് ആയിട്ട് ചോദിക്കാം. രാസപ്രവർത്തനങ്ങൾക്ക് മാധ്യമമായിട്ട് വർത്തിക്കുന്നത് കോശദ്രവ്യമാണ്. ദെൻ മർമ്മം. നിയന്ത്രണ കേന്ദ്രം. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം. ഏറ്റവും കേന്ദ്രത്തിൽ വരുന്നതാണ് മർമ്മം. മർമ്മത്തിലെ വലകണ്ണി പോലുള്ള ക്രൊമാറ്റിൻ ജാലിക കാണപ്പെടുന്നു. മർമ്മത്തിനകത്ത് വരുന്നതാണ് വലകണ്ണി പോലുള്ള ക്രൊമാറ്റിൻ ജാലിക. ഈ ക്രൊമാറ്റിൻ ജാലിക കോശ വിഭജന സമയത്ത് ക്രൊമാറ്റിൻ ജാലിക ക്രോമസോമായിട്ട് മാറുന്നു. മർമ്മത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മകം. അപ്പോൾ മർമ്മം നിയന്ത്രണ കേന്ദ്രമാണ്. വലകണ്ണി പോലുള്ള ക്രൊമാറ്റിൻ ജാലിക കാണപ്പെടുന്നുണ്ട്. ഇത് കോശ വിഭജന സമയത്ത് ക്രോമസോമായിട്ട് മാറുന്നു. അതുപോലെ മർമ്മത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മകം. ഫിഗർ ശ്രദ്ധിക്കുക. മർമ്മകം, ക്രൊമാറ്റിൻ ജാലിക, അതിൻ്റെ കേന്ദ്രം മർമ്മകം. ദെൻ ഗോൾഗി വസ്തുക്കൾ. അടുക്കി വെച്ച സ്ഥലവാളികളാണ് ഗോൾഗി വസ്തുക്കൾ. ഇതിൻ്റെ രൂപം അടുക്കി വെച്ച സ്ഥലവാളികളെ പോലെയാണ്. പ്രോട്ടീന്, ലിപ്പിഡ് സഞ്ചാരത്തിന് സഹായിക്കുന്നതാണ് ഗോൾഗി വസ്തുക്കൾ. പ്രോട്ടീൻ്റെയും ലിപ്പിഡിൻ്റെയും സഞ്ചാരത്തിന് സഹായിക്കുന്നത് ഗോൾഗി വസ്തുക്കളാണ്. ദെൻ അന്തർദ്രവ്യ ജാലിക. കുയലുകളുടെ ശൃംഖല പോലെയാണ് രൂപം വരുന്നത് അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കുയലുകളുടെ ശൃംഖല പോലെയാണ് രൂപം വരുന്നത്. കോശത്തിനാവശ്യമായ വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനും നീക്കം ചെയ്യാനും സഹായിക്കുന്നത് അന്തർദ്രവ ജാലിക. കോശത്തിനകത്തെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നതാണ് അന്തർദ്രവ ജാലിക. ദെൻ മൈറ്റോകോൺട്രിയ. ഊർജോൽപാദന കേന്ദ്രം. കോശത്തിനകത്തെ ഊർജോൽപാദന കേന്ദ്രമാണ് മൈറ്റോകോൺട്രിയ. കോശത്തിനാവശ്യമായിട്ടുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് മൈറ്റോകോൺട്രിയയാണ്. എങ്ങനെയാണ് ഊർജം ഉണ്ടാകുന്നത്? ഗ്ലൂക്കോസിൻ്റെ ഓക്സീകരണത്തിൻ്റെ ഫലമായിട്ടാണ് ഊർജം ഉണ്ടാകുന്നത്. മൈറ്റോകോൺട്രിയ ഊർജം ഉണ്ടാക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ ഓക്സീകരണ ഫലമായിട്ടാണ്. ഇതാണ് മൈറ്റോകോൺട്രിയയുടെ രൂപം വരുന്നത്. ദെൻ ഫേനം. ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ സംഭരിക്കുന്നത് ഫേനത്തിനകത്താണ്. ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ അല്ലെങ്കിൽ വിസർജ്യങ്ങളൊക്കെ സംഭരിക്കുന്നത് ഫേനത്തിനകത്താണ്. സസ്യത്തിൻ്റെ കോശത്തിൽ വലിയ ഫേനങ്ങളാണ് ഉണ്ടായിരിക്കുക. ദെൻ റൈബോസോം. റൈബോസോം സ്വതന്ത്രമായിട്ടോ അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് അല്ലെങ്കിൽ അന്തർദ്രവ ജാലികയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതാണ് റൈബോസോം എന്ന കോശാംഗം. ഇതിൻ്റെ ധർമ്മം എന്താണ്? പ്രോട്ടീൻ നിർമ്മാണമാണ് റൈബോസോമിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. സ്വതന്ത്രമായോ അന്തർദ്രവ ജാലികയോട് ചേർന്നും സ്ഥിതി ചെയ്യുന്നു. ദെൻ ജൈവകണങ്ങൾ. ജൈവകണങ്ങൾ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ്. ആഹാരം നിർമ്മിക്കാനും സംഭരിക്കാനും സഹായിക്കുന്ന സസ്യകോശ ഭാഗങ്ങളാണ് ജൈവകണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡുകൾ. ആഹാരങ്ങൾ നിർമ്മിക്കാനും സംഭരിക്കാനും സഹായിക്കുന്നതാണ് ജൈവകണങ്ങൾ. 3 തരത്തിലുള്ള ജൈവകണങ്ങളാണ് കാണപ്പെടുന്നത്: ഹരിതകണങ്ങൾ, വർണ്ണകണങ്ങൾ, ശ്വേതകണങ്ങൾ. ഹരിതകണങ്ങൾ എന്ന് പറയുന്നത് പച്ച നിറമാണ്. അതിൽ കാണപ്പെടുന്ന വർണ്ണകമാണ് ഹരിതകം. ഭക്ഷണം ഉണ്ടാക്കുകയാണ് കണങ്ങൾ ചെയ്യുന്നത്. ഹരിതകണങ്ങൾ പച്ച നിറത്തിലാണ്. അതിൽ കാണപ്പെടുന്ന വർണ്ണകമാണ് ഹരിതകം. ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഹരിതകണങ്ങൾ ചെയ്യുന്നത്. ദെൻ വർണ്ണകണങ്ങൾ നിറം നൽകുന്നു. സസ്യങ്ങളെ ആകർഷിക്കാൻ പരാഗണ രേണുക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സസ്യങ്ങൾക്ക് നിറം നൽകുകയും ചെയ്യുന്നതാണ് വർണ്ണകണങ്ങൾ. ശ്വേതകണങ്ങൾ.
വെളുത്ത അല്ലെങ്കിൽ നിറമില്ലാത്ത ഭാഗങ്ങളാണ് ശ്വേതകണങ്ങൾ. വെളുത്ത വേര്, വിത്ത്, തണ്ട് എന്ന ഭാഗങ്ങളിൽ വെളുത്ത അല്ലെങ്കിൽ നിറമില്ലാത്ത ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കണങ്ങളാണ് ശ്വേതകണങ്ങൾ. അന്നജം, എണ്ണ, പ്രോട്ടീൻ സംഭരണമാണ് ശ്വേതകണ ഭാഗങ്ങളിൽ ചെയ്യുന്നത്. അന്നജം, എണ്ണ, പ്രോട്ടീനൊക്കെ ശ്വേതകണങ്ങളാണ് ചെയ്യുന്നത്. ജൈവഗണത്തിൻ്റെ ഡയഗ്രമാണ് തന്നിട്ടുള്ളത്. ഇതിനൊരു പോയിന്റ്, സമാനമായ കോശങ്ങളുടെ സമൂഹത്തെ കോശജാലം എന്നാണ് പറയുന്നത്. സമാനമായ കോശങ്ങളുടെ സമൂഹത്തെ കോശജാലം അല്ലെങ്കിൽ കലകൾ എന്ന് പറയും. ഒരേ തരത്തിലുള്ള കോശങ്ങളുടെ കൂട്ടത്തെയാണ് കോശജാലം അല്ലെങ്കിൽ കലകൾ എന്ന് പറയുന്നത്. സസ്യത്തിൽ കാണപ്പെടുന്ന പ്രധാന കലകളാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. മറ്റു കലകളുണ്ട്. സസ്യകലകൾ പ്രധാന കലകളാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. പാരൻകൈമ എന്താണ്? പാരൻകൈമ ജീവനുള്ള സസ്യകലകളിലെ ജീവനുള്ള കോശങ്ങൾ അടങ്ങിയ കലകളാണ് പാരൻകൈമ. ജീവനുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതുപോലെ കനം കുറഞ്ഞ കോശഭിത്തിയാണ് പാരൻകൈമയിലുള്ളത്. കോശാന്തര സ്ഥലങ്ങൾ കാണപ്പെടുന്നു. ഓരോ കോശങ്ങൾക്കിടയിലും കോശാന്തര സ്ഥലങ്ങൾ കാണപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണം, ആഹാര സംഭരണമാണ് ധർമ്മമായിട്ട് വരുന്നത്. ചില ഭാഗങ്ങളിലെ കോശങ്ങൾക്ക് വിഭജിക്കാനുള്ള കഴിവുണ്ട്. പാരൻകൈമ ഒരു സസ്യകലയാണ്. ജീവനുള്ള കോശങ്ങൾ അടങ്ങിയതാണ്. കനം കുറഞ്ഞ കോശഭിത്തിയാണ്. കോശങ്ങൾക്കിടയിൽ കോശാന്തര സ്ഥലങ്ങളുണ്ട്. പ്രകാശ സംശ്ലേഷണവും ആഹാര സംഭരണവുമാണ് ധർമ്മം വരുന്നത്. ചില ഭാഗങ്ങളിൽ കോശങ്ങൾ വിഭജിക്കാനുള്ള കഴിവ് കാണിക്കുന്നു. അടുത്ത സസ്യകലയാണ് കോളൻകൈമ. കോളൻകൈമയും ജീവനുള്ള കോശങ്ങൾ അടങ്ങിയതാണ്. സെല്ലുലോസ്, പെക്റ്റിൻ തുടങ്ങിയവ കൊണ്ടാണ് കോശഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. കോളൻകൈമയുടെ കോശഭിത്തി സെല്ലുലോസ്, പെക്റ്റിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോശഭിത്തിയുടെ ചില ഭാഗങ്ങളിൽ മാത്രം കട്ടി കൂടുതലായിരിക്കും. ചില ഭാഗങ്ങളിൽ അല്ലെങ്കിൽ മൂലകളിലൊക്കെ കോശഭിത്തിയുടെ മൂലകളിൽ അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ കട്ടി കൂടിയതായിട്ട് കാണുന്നു. സസ്യഭാഗങ്ങൾ ആകൃതി നൽകുകയാണ് ഇവ ചെയ്യുന്നത്. പാരൻകൈമ ആഹാര നിർമ്മാണവും സംഭരണവുമായിരുന്നു. എന്നാൽ കോളൻകൈമ സസ്യഭാഗങ്ങൾക്ക് ആകൃതി നൽകുകയാണ് ചെയ്യുന്നത്. ജീവനുള്ള കോശങ്ങൾ സെല്ലുലോസ്, പെക്റ്റിൻ കൊണ്ടാണ് കോളൻകൈമയുടെ കോശഭിത്തി. കോശഭിത്തിയുടെ ചില ഭാഗങ്ങളിൽ മൂലകളിൽ കട്ടി കൂടുതലായിരിക്കും. സസ്യഭാഗങ്ങൾക്ക് ആകൃതി നൽകുന്നു. മൂന്നാമത്തെ കലയാണ് സ്ക്ലീറൻകൈമ. സ്ക്ലീറൻകൈമയിൽ നിർജീവ കോശങ്ങളാണ്, ജീവനില്ലാത്ത കോശങ്ങളാണ് കാണപ്പെടുന്നത്. കട്ടി കൂടിയ കോശഭിത്തിയായിരിക്കും ഉണ്ടാവുക. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടിയുള്ളതിനാൽ സസ്യഭാഗങ്ങൾക്ക് ദൃഢതയും താങ്ങും നൽകുന്നത് സ്ക്ലീറൻകൈമയാണ്. സസ്യങ്ങൾക്ക് ദൃഢതയും താങ്ങും നൽകുന്നത് സ്ക്ലീറൻകൈമയാണ്. ലളിതകലകൾ എന്ന് പറയുന്നത് ഒരേ തരത്തിലുള്ള കോശങ്ങൾ നിർമ്മിതമായ കലകളാണ് ലളിതകലകൾ. കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ. ഒരേ തരത്തിലുള്ള കോശങ്ങൾ കൂടിച്ചേർന്നതാണ് ലളിതകലകൾ. അതിനുദാഹരണങ്ങളായിരുന്നു പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. ഈ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവയൊക്കെ ലളിതകലകളാണ്. അതായത് ഒരേ തരത്തിലുള്ള കോശങ്ങളാണ് ഇവയിൽ കാണപ്പെടുന്നത്. എന്നാൽ എന്താണ് സങ്കീർണ കലകൾ? വ്യത്യസ്ത ആകൃതിയും വലിപ്പവുമുള്ള കോശങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതാണ് സങ്കീർണ കലകൾ. അതായത് ഒരേ തരത്തിലുള്ള കോശങ്ങളല്ല, വ്യത്യസ്ത വലിപ്പം, ആകൃതി കാണിക്കുന്ന കോശങ്ങളുടെ സമൂഹത്തെയാണ് സങ്കീർണ കലകൾ എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് സൈലം, ഫ്ലോയം. ഇവയും സസ്യകലകളാണ്. സൈലം, ഫ്ലോയം. സൈലം എന്താണ് ചെയ്യുന്നത്? ഇലകളിലേക്കുള്ള ജലം, ലവണം എത്തിക്കുന്നത് സൈലമാണ്. ആഹാര നിർമ്മാണം നടക്കുന്നത് ഇലകളിലാണ്. ഇലകൾക്ക് ആവശ്യമായ ജലം, ലവണം വേരിലൂടെ വലിച്ചെടുത്ത് ഇലകളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? സൈലം കലകളാണ്. ഫ്ലോയം എന്ത് ചെയ്യുന്നു? ഇലകളിൽ ആഹാരം ഉണ്ടാക്കിയിട്ട് ആ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് ഫ്ലോയമാണ്. അപ്പോൾ ഇലകളിലേക്ക് ആവശ്യമായ ജലം, ലവണം എത്തിക്കുന്നത് സൈലവും ആഹാരം ഉണ്ടാക്കിയതിനു ശേഷം അത് വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നത് ഫ്ലോയവുമാണ്. സൈലം, ഫ്ലോയം ഡയഗ്രമാണ് തന്നിട്ടുള്ളത്. വിവിധ തരം കോശങ്ങളാൽ നിർമ്മിതമാണ്. സങ്കീർണ കലകളാണ്.
ദെൻ മെരിസ്റ്റമിക കലകൾ. മെരിസ്റ്റമിക കലകൾ സസ്യകലകളാണ്. നിരന്തരമായി വിഭജിക്കാൻ കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് മെരിസ്റ്റമിക കലകൾ. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലിയറൻകൈമ, സൈലം, ഫ്ലോയം ഇവയൊക്കെ വിഭജനം നടക്കാത്ത കലകളാണ്. പാരൻകൈമയിൽ ചില ഭാഗങ്ങളിൽ വിഭജനം കാണുന്നുണ്ട്. എന്നാൽ മെരിസ്റ്റമിക കലകൾ എന്ന് പറയുന്നത് നിരന്തരമായിട്ട് വിഭജിക്കാൻ കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതാണ് മെരിസ്റ്റമിക കലകൾ. മെരിസ്റ്റമിക കലകളുടെ സവിശേഷതയാണ് നിറയെ കോശദ്രവ്യമുണ്ടായിരിക്കും, വലിയ മർമ്മമായിരിക്കും, നേരിയ കോശഭിത്തിയായിരിക്കും ഉണ്ടാവുക. മെരിസ്റ്റമിക കലകളുടെ സവിശേഷതയാണ് നിറയെ കോശദ്രവ്യമുണ്ടായിരിക്കും, വലിയ മർമ്മമായിരിക്കും, നേരിയ കോശഭിത്തിയാണ് ഉണ്ടാവുക. 3 തരത്തിലുള്ള മെരിസ്റ്റമിക കലകളുണ്ട്. അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം. അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം. അഗ്രമെരിസ്റ്റം എന്ന് പറയുന്നത് വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും അഗ്രഭാഗങ്ങളിൽ കാണപ്പെടുന്നതാണ് അഗ്രമെരിസ്റ്റം. വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും അഗ്രഭാഗത്ത്. പാർശ്വമെരിസ്റ്റം വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും വശങ്ങളിൽ കാണപ്പെടുന്നതാണ്. പാർശ്വമെരിസ്റ്റം വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും വശങ്ങളിൽ കാണപ്പെടുന്നു. പാർശ്വമെരിസ്റ്റമാണ് ഒരു സസ്യത്തിന് അതിൻ്റെ തടി അല്ലെങ്കിൽ വീതി വെക്കുന്നത് എങ്ങനെയാണ്? പാർശ്വമെരിസ്റ്റം കാരണമാണ്. പർവാന്തര മെരിസ്റ്റം കാണപ്പെടുന്നത് ഏകബീജപത്ര സസ്യങ്ങളിലാണ്. ഏകബീജപത്ര സസ്യങ്ങളിൽ 2 പർവ്വങ്ങൾക്കിടയിലാണ് കാണപ്പെടുന്നത്. പുൽവർഗ്ഗങ്ങളിലും ഒക്കെയാണ് പർവാന്തര മെരിസ്റ്റം അധികമായിട്ട് കാണപ്പെടുന്നത്. കരിമ്പ് പോലുള്ള ചെടികളിൽ. ഏകബീജപത്ര സസ്യങ്ങളിൽ 2 പർവ്വങ്ങൾക്കിടയിലാണ് പർവാന്തര മെരിസ്റ്റം കാണപ്പെടുന്നത്. അഗ്രമെരിസ്റ്റം കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്നു. പാർശ്വമെരിസ്റ്റം വശങ്ങളിൽ കാണപ്പെടുന്നു. ഒരു വേരിൻ്റെ തണ്ടിൻ്റെ വണ്ണം വെക്കുന്നത് പാർശ്വമെരിസ്റ്റം കാരണമാണ്. അതിൻ്റെ നീളം വെക്കുന്നത് അഗ്രമെരിസ്റ്റവും കാരണമാണ്. പർവാന്തര മെരിസ്റ്റം കാണപ്പെടുന്ന സ്ഥാനമാണ് 2 പർവ്വങ്ങൾക്ക് ഇടയിലാണ് പർവാന്തര മെരിസ്റ്റം കാണപ്പെടുന്നത്. ദെൻ സ്ഥിരകലകൾ. വിഭജനശേഷി നഷ്ടപ്പെട്ട കോശസമൂഹത്തെയാണ് സ്ഥിരകലകൾ എന്ന് പറയുന്നത്. മെരിസ്റ്റമിക കലകൾ എന്ന് പറയുന്നത് വിഭജനശേഷി ഉള്ള കലകളാണ്. വിഭജനശേഷി നഷ്ടപ്പെട്ട കോശസമൂഹമാണ് സ്ഥിരകലകൾ. അവ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു. ലളിതകലയും സങ്കീർണ കലകളുമാണ്. അതായത് പാരൻകൈമ, സ്ക്ലിയറൻകൈമ, കോളൻകൈമ, സൈലം, ഫ്ലോയം. ഈ ഡയഗ്രം നിങ്ങൾക്ക് കറക്റ്റാവും. സസ്യകലകൾ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. മെരിസ്റ്റമിക കലകളും സ്ഥിരകലകളും. മെരിസ്റ്റമിക കലകൾ എന്ന് പറയുന്നത് വിഭജനം നടക്കുന്നതും, സ്ഥിരകലകൾ എന്നാൽ വിഭജനശേഷി നഷ്ടപ്പെട്ടതുമാണ്. മെരിസ്റ്റമിക കലകൾ പറയുന്നത് അഗ്രമെരിസ്റ്റമുണ്ട്, പാർശ്വമെരിസ്റ്റമുണ്ട്, പർവാന്തര മെരിസ്റ്റമുണ്ട്. സ്ഥിരകലകൾ പറയുന്നത് ലളിതകലകളായിട്ടും സങ്കീർണ കലകളായിട്ടും വേർതിരിക്കാം. ലളിതകലകൾ പറയുന്നത് ഒരേ തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. സങ്കീർണ കലകൾ പറഞ്ഞാൽ വ്യത്യസ്ത വലിപ്പമുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. ലളിതകലകൾക്ക് ഉദാഹരണങ്ങളാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലിയറൻകൈമ. സങ്കീർണ കലകൾക്ക് ഉദാഹരണങ്ങളാണ് സൈലം, ഫ്ലോയം. ദെൻ സസ്യകോശമാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ദെൻ ജന്തുകോശം. ജന്തുകോശത്തിൻ്റെ ഡയഗ്രമാണ് തന്നിട്ടുള്ളത്. കോശസ്തരമുണ്ട്, അതിനകത്ത് കോശദ്രവ്യം വരുന്നു. കേന്ദ്രഭാഗത്ത് മർമ്മത്തിനകത്ത് ക്രൊമാറ്റിൻ ജാലിക, അതുപോലെ മർമ്മകമുണ്ട്. മർമ്മകത്തിന് ചുറ്റുമായിട്ട് അന്തർദ്രവ ജാലിക. ദെൻ സെൻട്രിയോള്. കോശ വിഭജനത്തിന് സഹായിക്കുന്നതാണ് സെൻട്രിയോള്. ഗോൾഗി വസ്തുക്കൾ മൈറ്റോകോൺട്രിയ. ലൈസോസോം അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നു. അപ്പോൾ സസ്യകോശം പഠിച്ചു. അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് 2 കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ലൈസോസോമും സെൻട്രിയോളും. ലൈസോസോം അന്യവസ്തുക്കളെ നശിപ്പിക്കുകയാണ്, സെൻട്രിയോൾ ചെയ്യുന്നത് കോശവിഭജനത്തിന് സഹായിക്കുകയുമാണ്. ഏതൊക്കെ ഭാഗങ്ങളാണ് ജന്തുകോശത്തിൽ വരുന്നത്? കോശസ്തരം, കോശദ്രവ്യം, മർമ്മം, ഗോൾഗി വസ്തുക്കൾ, അന്തർദ്രവ്യജാലിക, മൈറ്റോകോൺട്രിയ, സെൻട്രിയോള്, ലൈസോസോം. ഇനി സസ്യകോശവും ജന്തുകോശവുമുള്ള വ്യത്യാസങ്ങൾ ടേബിളാക്കിയിട്ടുണ്ട്. സസ്യകോശവും ജന്തുകോശവും ഒരുപാട് കോശഭാഗങ്ങൾ ഒരേപോലെ വരുന്നുണ്ട്, എന്നാൽ ചിലത് വ്യത്യാസം വരുന്നുണ്ട്. ഏതൊക്കെയാണ്? കോശഭിത്തി സസ്യകോശത്തിൽ കാണപ്പെടുന്നുണ്ട്, എന്നാൽ ജന്തുകോശത്തിൽ കോശഭിത്തി ഉണ്ടായിരിക്കുകയില്ല. കോശഭിത്തിയുടെ ധർമ്മം എന്ന് പറയുന്നത് സംരക്ഷണവും ആകൃതിയും നൽകുകയാണ്. കാഠിന്യമുള്ളൊരു പാളിയാണ് കോശഭിത്തി. ഇത് സസ്യകോശങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. സെൻട്രിയോള്
സെൻട്രിയോൾ സസ്യകോശങ്ങളിൽ കാണപ്പെടുന്നില്ല, എന്നാൽ ജന്തുകോശങ്ങളിൽ സെൻട്രിയോൾ കാണപ്പെടുന്നു. ഇത് കോശവിഭജനത്തിന് സഹായിക്കുന്നൊരു കോശാംഗമാണ്. സെൻട്രിയോൾ കോശവിഭജനത്തിന് സഹായിക്കുന്നു. ജന്തുകോശങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ദെൻ ലൈസോസോമും സസ്യകോശങ്ങളിലില്ല, ജന്തുകോശങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. അന്യവസ്തുക്കളെ കോശത്തിലേക്ക് കടക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുകയാണ് ലൈസോസോം ചെയ്യുന്നത്. ലൈസോസോം ജന്തുകോശത്തിൽ മാത്രമാണ് കാണപ്പെടുന്നത്. അതുപോലെ ജൈവകണങ്ങൾ സസ്യകോശത്തിൽ മാത്രമാണ് കാണപ്പെടുന്നത്, ജന്തുകോശങ്ങളിൽ ഉണ്ടായിരിക്കില്ല. ആഹാര നിർമ്മാണം, സംഭരണമാണ് ജൈവകണങ്ങളുടെ ധർമ്മം. അപ്പോൾ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ് കോശഭിത്തിയും ജൈവകണവും. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നതാണ് സെൻട്രിയോളും ലൈസോസോമും. ദെൻ ജന്തുകലകൾ. കോശങ്ങൾ ചേർന്നതാണ് കലകൾ. പ്രധാനപ്പെട്ട 4 ജന്തുകലകളാണ് ഉള്ളത്. ആവരണകല, സംയോജകകല, പേശീകല, നാഡീകല. ആവരണകല, സംയോജകകല, പേശീകല, നാഡീകല. എന്താണ് ആവരണകല? ശരീരത്തിൻ്റെ പ്രതലങ്ങളെയും ആന്തരിക അവയവങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ് ആവരണകല. അതായത് ശരീരത്തിൻ്റെ പ്രതലങ്ങളെയും ബാഹ്യപരമായിട്ടും ആന്തരിക അവയവങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. വിവിധ പദാർത്ഥങ്ങളുടെ ആഗിരണത്തെ സഹായിക്കുന്നു. ശ്ലേഷ്മം പോലുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. മ്യൂക്കസ് പോലുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആവരണ കലയാണ്. ആമാശയത്തിൽ, ശ്വസന വ്യവസ്ഥയിലും ഒക്കെ മ്യൂക്കസ് കാണപ്പെടുന്നുണ്ട്, വൻകുടലിൽ കാണപ്പെടുന്നുണ്ട്. ഇവയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ആവരണ കലയാണ്. ആവരണകലയുടെ ഡയഗ്രമാണ് തന്നിട്ടുള്ളത്. ദെൻ സംയോജക കല. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് താങ്ങു നൽകുകയാണ് ഇതിൻ്റെ ധർമ്മം. വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നു. അസ്ഥി, രക്തം, നാരുകല എന്നിവ സംയോജക കലകളാണ്. കണക്റ്റീവ് ടിഷ്യൂ. സംയോജക കല ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് താങ്ങു നൽകുന്നു, വിവിധ ഭാഗങ്ങളെ യോജിപ്പിക്കുകയും ചെയ്യുന്നു. രക്തം, അസ്ഥി, നാരുകല ഇവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അടുത്ത കലയാണ് പേശീകല. ശരീര ചലനത്തെ മസിൽ സെല്ലാണ്, മസിൽ ടിഷ്യൂ. ശരീര ചലനത്തെ സഹായിക്കുന്നു. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനുമുള്ള കഴിവുകളുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് പേശീകലകൾ. അതായത് സങ്കോചിക്കുകയും അതുപോലെ പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. ശരീര ചലനത്തെ സഹായിക്കുകയാണ് പേശീകലകൾ ചെയ്യുന്നത്. ദെൻ നാഡീകല. നെർവസ് ടിഷ്യൂ. സന്ദേശ വിനിമയം സാധ്യമാക്കുന്നത് നാഡീകലകളാണ്. ശരീരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സന്ദേശങ്ങൾ കൊടുത്തുവിടുന്നത് നാഡീകലകളാണ്. ശാരീരിക പ്രവർത്തികളെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നത് നാഡീകലകളാണ്. പ്രവർത്തനത്തെ നിയന്ത്രിക്കുകയും ശരീരത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഏകോപിക്കുകയും ചെയ്യുന്നതാരാണ്? നാഡീകലകളാണ്. ദെൻ വിത്തുകോശങ്ങൾ. എന്താണ് വിത്തുകോശങ്ങൾ? വിത്തുകോശങ്ങൾ മാസ്റ്റർ കോശങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. വിത്തുകോശങ്ങൾ എന്ന് പറയുന്നത് വിവിധ തരം കോശങ്ങളായി വികസിക്കാൻ കഴിയുന്ന ശരീരത്തിലെ സവിശേഷ കോശങ്ങളെയാണ് വിത്തുകോശങ്ങൾ എന്ന് പറയുന്നത്. അതായത് ശരീരത്തിലെ ഒരു തരം കോശങ്ങൾ അവയ്ക്ക് വിവിധ തരം കോശങ്ങളായി വികസിക്കാൻ കഴിയുന്നു. ഇവയാണ് വിത്തുകോശങ്ങൾ അല്ലെങ്കിൽ മാസ്റ്റർ കോശങ്ങൾ എന്നറിയപ്പെടുന്നത്. ഉദാഹരണങ്ങളാണ് നാഡീകോശങ്ങൾ. നാഡീകോശങ്ങളിൽ വിവിധ തരം കോശങ്ങൾ വികസിച്ച് വരുന്നുണ്ട്. അതുപോലെ രക്തകോശങ്ങൾ WBC, RBC, പ്ലേറ്റ്ലെറ്റ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വികസിച്ച് വരുന്നുണ്ട്. ആവരണകോശം, പേശീകോശം ഇവയാണ് വിത്തുകോശങ്ങൾ അല്ലെങ്കിൽ മാസ്റ്റർ കോശങ്ങൾ. നാഡീകോശം, രക്തകോശം, ആവരണകോശം, പേശീകോശം. ഇത്രയാണ് ഈ പാഠഭാഗത്ത് വരുന്നത്. കൃത്യമായിട്ട് ഈ പാഠഭാഗത്ത് ആദ്യം കോശം കണ്ടെത്തിയത് ആരാണ്, അതുപോലെ സസ്യകോശം, ജന്തുകോശം, കോശവിഭജനം കണ്ടെത്തിയത് ആരാണ്, ഏതൊക്കെ വർഷങ്ങളിലാണ്. ദെൻ മൈക്രോസ്കോപ്പ്, വിവിധ തരത്തിലുള്ള മൈക്രോസ്കോപ്പുകളും അവയുടെ ഭാഗങ്ങളും ധർമ്മങ്ങളും പഠിച്ചു. ദെൻ സസ്യകോശത്തിലെ ഭാഗങ്ങളും ധർമ്മങ്ങളും അതുപോലെ സസ്യകലകൾ പഠിച്ചു. ദെൻ ജന്തുകോശത്തിൽ കാണുന്ന കലകൾ ഏതൊക്കെ, 4 കലകൾ പഠിച്ചു. അതുപോലെ വിത്തുകോശം എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയൊക്കെയാണ് ഈ പാഠഭാഗത്ത് വരുന്നത്. വൈഡായിട്ടുള്ള പാഠമാണ്, കൃത്യമായി പഠിച്ചു വെക്കുക.
തുടർന്ന് വരുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക്